Hello, welcome to Harvest Online Classes. ഇന്ന് നമ്മൾ കുറച്ച് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് പഠിക്കാൻ പോവാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി മാത്സ് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും അല്ല ഫസ്റ്റ് ഇയർ ടോപ്പിക്സ് NCERTയിലെ ഫസ്റ്റ് ഇയർ ടോപ്പിക്സിനെ പറ്റി ജനറലായിട്ടൊരു വിവരം തരാം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഇയറിനേക്കാൾ കൂടുതൽ പഠിക്കാനുള്ളത് +1-നാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം തന്നെ ബോധം ഉണ്ടാവണം. മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് ഇയറിലാണ് കൂടുതൽ പഠിക്കാനുള്ളത്, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഈ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഫസ്റ്റ് ഇയറിൽ വരുന്നുണ്ട്. ഇപ്പോൾ പോളിനോമിയൽസ് ഫസ്റ്റ് ഇയറിൽ 9ാം ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ്. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഉണ്ട്. ഈ പോളിനോമിയൽസ് വ്യക്തമായിട്ട് നന്നായിട്ട് മനസ്സിലായിട്ട് വേണം ഇതിലേക്ക് വരാൻ. അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് കുറേ ഫസ്റ്റ് ഇയർ പഠിക്കാനുണ്ട്. ഓൾജിബ്ര, പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ദ്വിമാന സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണം ഫസ്റ്റ് ഇയറിൽ. പിന്നെ സീക്വൻസ് ആൻഡ് സീരീസ് പ്രോഗ്രഷൻസ് പഠിച്ചിട്ടുണ്ടാവും. അതും ഇവിടെ പഠിക്കാനുണ്ട് ധാരാളം. പിന്നെ പുതിയതായിട്ട് കുറച്ച് ടോപ്പിക്സ് പഠിക്കാനുണ്ട് ഫസ്റ്റ് ഇയർ. പുതിയതായിട്ട് ഇതൊരു ടോപ്പിക്കാണ്, പുതിയ ടോപ്പിക്കാണ്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ഇതൊരു പുതിയ ടോപ്പിക്കാണ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. പിന്നെ പ്രോബബിലിറ്റി ഉണ്ട്. പ്രോബബിലിറ്റി ഒക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, പക്ഷേ അതിൻ്റെ കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കണം പ്രോബബിലിറ്റി. പിന്നെ ട്രിഗണോമെട്രി ഉണ്ട്, നിങ്ങൾ പഠിച്ചതാണ് ട്രിഗണോമെട്രി. ഈ ഫസ്റ്റ് ഇയർ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ട്രിഗണോമെട്രി വളരെ വിശദമായിട്ട് ട്രിഗണോമെട്രി പഠിക്കാനുണ്ട്, വളരെ വിശദമായിട്ട്. ട്രിഗണോമെട്രി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ഇയർ കഴിയുന്നവരെ ട്രിഗണോമെട്രി പഠിക്കണം നന്നായിട്ട്. അത്രയ്ക്കും പഠിക്കാനുണ്ട് ട്രിഗണോമെട്രി. കാരണം കാൽക്കുലസിൽ വരും, എല്ലാത്തിലും വരും. അത് കുറേ ഉണ്ട്. പിന്നെ കോർഡിനേറ്റ് ജോമെട്രി ഉണ്ട്. കോർഡിനേറ്റ് ജോമെട്രി പറഞ്ഞാൽ ഇപ്പം നമ്മൾ പഠിച്ചിട്ടില്ലേ ഫസ്റ്റ് ഇയർ 10ാം ക്ലാസ്സിൽ 2 പോയിൻറ്റ്സ് ഉണ്ട്. x1 y1 ഒരു പോയിൻ്റാണ്, x2 y2 ഒരു പോയിൻ്റാണ് ആണെങ്കിൽ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിൻറ്റ്സ്? ഈ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ദൂരം കണ്ടിട്ടുണ്ടാവും. √(x2 - x1) ² + y2 - y1² പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ കുറേ ലെങ്തി ആയിട്ട് സ്ട്രേറ്റ് ലൈൻസ്, കോണിക്സ് അങ്ങനത്തെ കുറേ ടോപ്പിക്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ ഈ ട്രിഗണോമെട്രിയും ജോമെട്രിയും അനാലിറ്റിക്കൽ ജോമെട്രി എന്ന് പറയും. ഈ രണ്ട് ടോപ്പിക്ക് ശരിക്ക് കോർ ടോപ്പിക്സാണ് ഫസ്റ്റ് ഇയർ. ട്രിഗണോമെട്രിയും കോർഡിനേറ്റ് ജോമെട്രിയും. പിന്നെ ആൾജിബ്രയിൽ കുറേ ചെറിയ ടോപ്പിക്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഈ ട്രിഗണോമെട്രിയും അനാലിറ്റിക്കൽ ജോമെട്രിയാണ് ഫസ്റ്റ് ഇയറിൽ കൂടുതൽ. അത് വളരെയധികം പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇന്ന് സെക്കൻഡ് ഇയറിലൊരു ടോപ്പിക് ഉണ്ട്, കാൽക്കുലസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രിഗണോമെട്രിയും അനാലിറ്റിക്കൽ ജോമെട്രിയും കാൽക്കുലസും കൂടിയാൽ ഒരു 2/3 പോർഷനായി. ഇതാണ് കോർ ടോപ്പിക്, ട്രിഗണോമെട്രി, അനാലിറ്റിക്കൽ ജോമെട്രി ആൻഡ് കാൽക്കുലസ്. ഈ കാൽക്കുലസ് പഠിക്കുന്നത് സെക്കൻഡ് ഇയറിലാണ് കാൽക്കുലസ് പഠിക്കുന്നത്. പക്ഷേ കാൽക്കുലസിൻ്റെ ആപ്ലിക്കേഷൻ മൊത്തമായിട്ട് എവിടെ ഉണ്ടാവും അറിയോ? ഫസ്റ്റ് ഇയറിൽ ഫിസിക്സിലുണ്ടാവും. ഫസ്റ്റ് ഇയറിൽ ഫിസിക്സിലും കുറേ സ്ഥലത്ത് നമ്മൾ ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുന്നുണ്ടാവും, കുറേ സമയത്ത് ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കുന്നുണ്ടാവും. അതൊക്കെ അതെന്തുകൊണ്ടാണ് സെക്കൻഡ് ഇയറിൽ മാത്രം കാൽക്കുലസ് പഠിക്കാൻ കാരണം വെച്ചാൽ കാൽക്കുലസിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സട്ടിലാണ്, കുറച്ചും കൂടി അബ്സ്ട്രാക്റ്റാണ്. അബ്സ്ട്രാക്റ്റ് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെക്കൻഡ് ഇയർ ടോപ്പിക്സ് സെക്കൻഡ് ഇയറിൽ മാത്രം കാൽക്കുലസ് പഠിക്കാൻ കാരണം അതാണ്. പക്ഷേ വിരോധാഭാസം തോന്നുന്ന വിധത്തിൽ കാൽക്കുലസ് ശരിക്കും കാൽക്കുലസിൻ്റെ ആപ്ലിക്കേഷൻ ഫിസിക്സിൽ ഫസ്റ്റ് ഇയറിലാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് പലപ്പോഴും അത് ഫിസിക്സ് ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. അതിൻ്റെ കാരണം ഇതാണ്, ബേസിക് ആയിട്ടുള്ള കാര്യം ഇതങ്ങോട്ട് പഠിച്ചോളൂ എന്ന് പറയും. അപ്പോൾ കുറേ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ വന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല. അതാണ് സത്യം.
വെറുതെ നമ്മൾ ഇതുവരെ പഠിച്ച മെത്തേഡ് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഇതുവരെ നമ്മൾ പഠിച്ച മെത്തേഡ് എന്താ? ക്ലാസ് 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ എന്താ, ഒരു ടോപ്പിക്ക് പഠിക്കും, അതിൻ്റെ പിന്നിലുള്ള എക്സസൈസ് ചെയ്യും, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും, എന്നിട്ട് ആ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറും വാചകങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും ഈ ക്വസ്റ്റ്യൻസിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. ജനറലായിട്ട് ചോദ്യങ്ങളൊക്കെ വളരെ കുറച്ചേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ്, ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതിൻ്റെ പിന്നിൽ എക്സസൈസ് ചെയ്യുക, ഒരുവിധം എല്ലാവർക്കും 100ൽ 100 കിട്ടാനൊന്നും അത്ര പ്രയാസമില്ല. അതുപോലെയല്ല ഈ +1നും +2നും പഠിക്കേണ്ടത്. +1നും +2നും ഈ ലിങ്ക് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. പ്രത്യേകിച്ചും ഹയർ എക്സാമിനേഷന് എഴുതുന്ന കുട്ടികളൊക്കെ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ബോർഡ് എക്സാമിനേഷന് മിക്കവാറും അത് കുറച്ചൊക്കെ വർക്ക് ചെയ്യും, പക്ഷേ ഹയർ എക്സാമിനേഷൻ എഴുതുന്നവർക്ക് അത് അത്ര വർക്ക് ചെയ്യില്ല. കാരണം കുറേ ടോപ്പിക്സ് മൊത്തമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരു ചോദ്യം വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിയാലേ നിങ്ങൾക്ക് ഈ ഹയർ എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഫിസിക്സിൽ പലപ്പോഴും ഈ കാൽക്കുലസ് കുറേ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് മാത്തമാറ്റിക്സിൽ കാൽക്കുലസ് ശരിക്കും പഠിക്കുന്നവർ സെക്കൻഡ് ഇയർ ആയതുകൊണ്ട്, പ്രത്യേകിച്ചും കാൽക്കുലസ് വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ, ഒരു ഏകദേശമൊക്കെ അറിയുന്നില്ലെങ്കിൽ നമുക്ക് ഫിസിക്സിൽ കുറച്ച് പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഇന്ന് കാൽക്കുലസിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം, വെറുതെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നൗ വി ആർ ഡിസ്കസിങ് സംതിങ് അബൌട്ട് കാൽക്കുലസ്. കാൽക്കുലസിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫങ്ഷൻസ് ആദ്യം പറയാം. വിൽ ഡിസ്കസ് സംതിങ് അബൌട്ട് ഫങ്ഷൻസ്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാലും കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ കുറേ ഉണ്ടാവും, പക്ഷേ തൽക്കാലം ഫങ്ഷൻസ് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 വേരിയബിൾസ് ഉണ്ട് വിചാരിക്കുള്ളൂ. വേരിയബിൾസ് പറഞ്ഞാൽ മാറുന്ന സാധനം. വേരിയബിൾസ് 2 വേരിയബിൾസ് ഉണ്ട്. നമ്മൾ പറയാറില്ലേ, ഏതെങ്കിലും ഒരു അറിയാത്ത സാധനത്തെ നമ്മൾ എക്സ് എന്ന് പറയില്ലേ, അതൊരു വേരിയബിളാണ്. എക്സ് ഇങ്ങനെ മാറുമ്പോൾ വി കോൾ ദാറ്റ് ആസ് വേരിയബിൾ. അതിൻ്റെ മലയാളം ഞാൻ പറയുന്നില്ല. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ചേഞ്ചസ്, മാറുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുക. അപ്പോൾ 2 വേരിയബിൾസ് ഉണ്ട് വെച്ചോളൂ. എക്സും വൈയും 2 വേരിയബിൾസ് ആണെന്ന് വെച്ചോളൂ, മാറുന്ന സാധനം. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചെരുപ്പിൻ്റെ സൈസും കാലിൻ്റെ വലിപ്പം കൂടിയാൽ ചെരുപ്പിൻ്റെ സൈസും വലുതാവണ്ടേ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, എക്സ് കാലിൻ്റെ സൈസ്, വൈ ചെരുപ്പിൻ്റെ സൈസ്. അപ്പോൾ എക്സ് കാലിൻ്റെ സൈസ് വലുതുമ്പോൾ മറ്റൊന്നും കൂട്ടണം. അപ്പോൾ ചിലപ്പോൾ എക്സ് കൂടുമ്പോൾ വൈ കൂടും, ചിലപ്പോൾ എക്സ് കുറയുമ്പോൾ വൈ കുറയും, അല്ലെങ്കിൽ എക്സ് കൂടുമ്പോൾ വൈ കുറയും. അപ്പോൾ എക്സും വൈയും തമ്മിലുള്ള ചെറിയൊരു ബന്ധത്തിന് വി കോൾ ഇറ്റ് എ ഫങ്ഷൻ. അപ്പോൾ അതിന് ഈ 2 കാര്യങ്ങളുണ്ട്. എക്സ് ഇപ്പം y is equal to 3x എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ് നമ്മൾ y is equal to ആക്കി എഴുതിയാൽ ഇവിടെ 2 വേരിയബിൾസ് ഉണ്ട്. എന്താ 2 വേരിയബിൾസ്? എക്സ് 1 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 3. എക്സ് 2 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 6. എക്സ് 3 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 9. അപ്പോൾ ആസ് എക്സ് ചേഞ്ചസ് വൈ ഓൾസോ ചേഞ്ചസ്. ആസ് എക്സ് ചേഞ്ചസ് വൈ ഓൾസോ ചേഞ്ചസ്. എക്സ് മാറുമ്പം വൈയും മാറും. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വൈ ഈക്വൽ ടു ആക്കി എഴുതിയാൽ നമ്മളിങ്ങനെ മനസ്സിലാക്കണം, ദർ ആർ 2 കേസസ്. ഒന്ന് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, മറ്റത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. 2 വേരിയബിൾ തമ്മിലുള്ള കണക്ഷനാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഈ ഫംഗ്ഷന് ഒരു 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ ആ 2 വേരിയബിളിനൊരു സ്റ്റാറ്റസ് ഉണ്ട്. ഒന്ന് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, മറ്റത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ വൈ ഈക്വൽ ടു ആക്കി എഴുതിയാൽ ഇങ്ങനെ വിചാരിക്കാം, വൈ ഈക്വൽ ടു ആക്കി എഴുതിയാൽ നമ്മളിങ്ങനെ വിചാരിക്കാം, ഈ വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഇൻഡിപെൻഡൻ്റ് എന്നാൽ സ്വതന്ത്രം തന്നെ വിചാരിച്ചോളൂ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇതോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഇങ്ങനെ വിചാരിക്കാം എല്ലായ്പ്പോഴും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. കാരണം എക്സ് മാറുമ്പം വൈ മാറും എന്നാണ് വിചാരിക്കേണ്ടത്. വൈ ഈക്വൽ ടു എന്തൊക്കെയോ എക്സ്, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, വൈ ഈക്വൽ ടു എക്സ് ക്യൂബ്, വൈ ഈസ് ഈക്വൽ ടു 3x + 4 ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്താ, എക്സ് മാറുമ്പോൾ വൈ മാറും. നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചോദ്യം, ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
ഈ ഫോമുല നിങ്ങൾ കേട്ടില്ലേ, എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വേരിയബിൾസ്? എസും ടിയും ആണ് വേരിയബിൾ. ടൈം ഇങ്ങനെ മാറുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ എസ് ഇങ്ങനെ മാറും അല്ലേ, അത് പഠിച്ചിട്ടേ. അപ്പോൾ അതൊരു ഫംഗ്ഷനാണ് കേട്ടോ. അവിടെ ടി മാറുമ്പോൾ എസ് മാറും, ഇവിടെ എക്സ് മാറുമ്പോൾ വൈ മാറും. അപ്പോൾ എക്സ് മാറുമ്പോൾ വൈ മാറുമെങ്കിൽ വി കോൾ വൈ ആസ് എ ഡിപ്പെൻഡൻറ്റ്. വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ്, അങ്ങനെ ആലോചിക്കാം. അപ്പോൾ വൈ ഈക്വൽ ടു സംതിങ് ഓഫ് എക്സ് ആണെങ്കിൽ ഈ എക്സിന് പറയുന്ന പേരാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, വൈന്ന് പറയുന്ന പേരാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അത് ക്ലിയർ അല്ലേ? റൈറ്റ്. ഓക്കെ, വെൽക്കം ബാക്ക്. ഇനി അപ്പം വൈ ഈക്വൽസ്, അപ്പം നമ്മൾ കുറേ ഫങ്ഷൻസിൻ്റെ എക്സാമ്പിൾസ് പറയാം. വൈ ഈക്വൽസ് എക്സ്, വൈ ഈക്വൽസ് 2x, y equals 3x plus 4, y equals x square, y equals x cube, y equals x square plus 1. അങ്ങനെ y equals x square plus x plus 1. അങ്ങനെ കുറേ ഫങ്ഷൻസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. എക്സ്, വെറും എക്സ് പറഞ്ഞാൽ അതൊരു പോളിനോമിലാണ്. 2x ഒരു പോളിനോമിലാണ്, 3x plus 4 പോളിനോമിലാണ്. അപ്പോൾ ഈ പറയുന്ന വലത്ത് ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ പോളിനോമിലാണ്. അതുകൊണ്ട് ഈ ഫങ്ഷൻസുകളുടെ പറയുന്ന പേരാണ് പോളിനോമിയൽ ഫങ്ഷൻസ്. വി കോൾ ഇറ്റ് പോളിനോമിയൽ ഫങ്ഷൻസ്. അപ്പോൾ വാട്ട് ആർ പോളിനോമിയൽ ഫങ്ഷൻസ്? പോളിനോമിയൽ ഫങ്ഷൻ വൈ ഈക്വൽ ടു എക്സിൻ്റെ ഇതായത് വി കോൾ ഇറ്റ് പോളിനോമിയൽ ഫങ്ഷൻസ്. ഇതിപ്പം പോളിനോമിയൽസ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ പോളിനോമിയൽസ്. ഇതൊരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1 ആണ്, ഇതൊരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1 ആണ്, ഇതൊക്കെ പോളിനോമിയൽ ഡിഗ്രി 1 ആണ്, ഇത് പോളിനോമിയൽ ഡിഗ്രി 2 ആണ്, ഇത് പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3 ആണ്, ഇത് 2 ആണ്, ഇത് 2 ആണ്. അപ്പോൾ വാട്ട് ഈസ് ദിസ് പോളിനോമിയൽ? y ഈക്വൽസ് എക്സ് റേസ് ടു 5 പ്ലസ് 3x റേസ് ടു 4 പ്ലസ് 4x ക്യൂബ് പ്ലസ് 5x പ്ലസ് 1. ദിസ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 5. ഓക്കെ, അപ്പോൾ അങ്ങനെ പോളിനോമിയൽ ഫങ്ഷൻസ് വി ഹാവ് ഡിസ്കസ്ഡ് പോളിനോമിയൽ ഫങ്ഷൻസ്. അപ്പോൾ എന്താ പോളിനോമിയൽ ഫങ്ഷൻസിൻ്റെ പ്രത്യേകത? y ഈക്വൽ ടു എ പോളിനോമിയൽ ആണ്, അത്രയേ ഉള്ളൂ. y ഈക്വൽ ടു എ പോളിനോമിയൽ, വി കോൾ ഇറ്റ് പോളിനോമിയൽ ഫങ്ഷൻ. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ? എന്താ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ആ പോളിനോമിയലിൻ്റെ ഏറ്റവും വലിയ എക്സിൻ്റെ പവർ, ഏറ്റവും വലിയ എക്സിൻ്റെ പവറിൻ്റെ ഡിഗ്രീനെയാണ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഡിഗ്രി 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇതോ 2 ആണ്, ഇത് 3 ആണ്, ഇത് 2, ഇത് 2, ഇതോ നോക്കൂ ഇവിടെ ഡിഗ്രി 1 ആണ്, ഇവിടെ ഡിഗ്രി 3 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. അപ്പോൾ വാട്ട് ഇസ് ദ ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ? 5. പോളിനോമിയലിൻ്റെ ഡിഗ്രി 5 ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു പോളിനോമിയൽ അല്ല. y ഈക്വൽസ് എക്സ് റേസ് ടു ഹാഫ്, ഇതൊരു പോളിനോമിയൽ അല്ല. എന്തുകൊണ്ടാണ് ഇത് പോളിനോമിയൽ അല്ലാത്തത്? പോളിനോമിയലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ പവർ നാച്ചുറൽ നമ്പർ ആവണം കേട്ടോ. എക്സിൻ്റെ പവർ നാച്ചുറൽ നമ്പർ ആണ്. എക്സിൻ്റെ പവർ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ അതിനെ പോളിനോമിയൽ എന്ന് പറയില്ല. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ പോളിനോമിയൽ. അപ്പോൾ ഇതൊരു പോളിനോമിയൽ അല്ല. അപ്പോൾ ഇത് പോളിനോമിയൽ അല്ലാതെ വരികയാണെങ്കിൽ y ഈക്വൽസ് എക്സ് റേസ് ടു ഹാഫ് വരെ, y ഈക്വൽസ് എക്സ് റേസ് ടു 1/3 പ്ലസ് 3x റേസ് ടു 1/5 പ്ലസ് റൂട്ട് എക്സ്, ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ വി കോൾ ദിസ് ആസ് ആൾജിബ്രൈക് ഫങ്ഷൻസ്. ആൾജിബ്രൈക്, അത് പോളിനോമിയൽ അല്ല, പക്ഷേ ആൾജിബ്രൈക് ആണ്. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷനും ആൾജിബ്രൈക് ഫംഗ്ഷനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണ്, എക്സ് മാറുമ്പോൾ വൈ മാറും, ഇവിടെ എക്സ് മാറുമ്പോൾ വൈ മാറും, ഇവിടെ എക്സ് മാറുമ്പോൾ വൈ മാറും. ഓക്കെ, അപ്പോൾ ദിസ് ആർ ദ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആൻഡ് ആൾജിബ്രൈക് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തത്. വാട്ട് ആർ പോളിനോമിയൽ ഫംഗ്ഷൻസ്, വാട്ട് ആർ ആൾജിബ്രൈക് ഫംഗ്ഷൻസ്. ഓക്കെ, പോളിനോമിയൽസിനെ നമുക്ക് പോളിനോമിയൽ ഫംഗ്ഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. പോളിനോമിയൽ ഫംഗ്ഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. ഇപ്പം y ഈക്വൽസ് 2x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 1 ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. y ഈക്വൽസ് ദാറ്റ്. അപ്പോൾ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y ഈക്വൽസ് 2x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 1? ഒന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ഇസ് ദ ഡിഗ്രി ഓഫ് ദിസ് polynomial function? What's the degree of this polynomial function? അപ്പോൾ ഇവിടെ 2x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 1 ആണ്.
അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഡിഗ്രി എക്സിൻ്റെ പവർ 2 ആണ്. അതുകൊണ്ട് ഡിഗ്രി ഈസ് 2. സിമ്പിൾ. ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ഇസ് 2. പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഡിഗ്രി 2 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y when x equals 0? What is the value of y when x equal to 0? x 0 ആണെങ്കിൽ yയുടെ വാല്യൂ എന്താണ്? x 0 ആണെങ്കിൽ yയുടെ വാല്യൂ എന്താണ്? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y when x equal to 0 എന്നാണ് ചോദ്യം. അപ്പോൾ x 0 ആകുമ്പോൾ yയുടെ വാല്യൂ എന്താണ്? അപ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ്, ഇവിടെ എക്സിന് പകരം 0 കൊടുക്കുക. അപ്പോൾ ഇവിടെ എക്സിന് പകരം 0 കൊടുത്താൽ 2 × 0 സ്ക്വയർ 2, 0, 5 × 0, 0, +1. അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് y when x equal to 0? x 0 കൊടുത്താൽ yയുടെ വാല്യൂ എന്താണ്? വാട്ട് ഇസ് ആൻസർ? y is equal to എന്തായിരിക്കും നോക്കുക, 2 × എക്സിന് പകരം 0 കൊടുക്കുക, 0 സ്ക്വയർ പ്ലസ് 5 × 0 പ്ലസ് 1. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് y? 1. അപ്പോൾ x 0 ആയാൽ yയുടെ വാല്യൂ എന്താ? 1 ആണ്. അപ്പം അങ്ങനെ x 2 ആണെങ്കിൽ yയുടെ വാല്യൂ ഉണ്ടാവും, x 3 ആണെങ്കിൽ yക്ക് വാല്യൂ കാണാൻ പറ്റും. അപ്പോൾ എക്സിന് ഓരോ വാല്യൂ കൊടുത്താലും ദർ വിൽ ബി എ കറസ്പോണ്ടിങ് വാല്യൂ ഫോർ y. അപ്പോൾ അതുകൊണ്ട് x ഇങ്ങനെ മാറുമ്പം y ഇങ്ങനെ മാറും. അതുകൊണ്ട് എന്ത് പറയും? y is a function of x. y is a function of x എന്നാണ് എന്താ അർത്ഥം? y depends on x. x മാറുമ്പം yയും മാറും. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. റൈറ്റ്. പോളിനോമിയൽ ഫംഗ്ഷൻ. ഇനി അപ്പം ആൾജിബ്രിക് ഫംഗ്ഷനും ഇതേപോലെ തന്നെയാണ്. റൈറ്റ്. ഇനി പോളിനോമിയൽ ഫംഗ്ഷൻസിൻ്റെ പ്രത്യേകത അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്, we are discussing trigonometric functions. What are trigonometric functions? Trigonometric functions. What are trigonometric functions? Trigonometric functions പറഞ്ഞാൽ y equal to sin x. നമ്മൾ പറയുന്നത് sin x, cos x, tan x എന്നൊക്കെ പറയാം. അപ്പോൾ അത് ഫംഗ്ഷൻസ് ഒക്കെ എഴുതുമ്പോൾ y equal to sin x, അതുപോലെ y is equal to cos x. പലപ്പോഴും നമ്മൾ y കാണാറില്ല, വെറുതെ sin x, cos x എഴുതുള്ളൂ. പക്ഷേ sin x, cos x പറയുമ്പോഴും ഫംഗ്ഷനായിട്ട് കണക്കാക്കുമ്പോൾ നമ്മൾ എന്തായിട്ട് മനസ്സിലാക്കണം? y equal to sin x, y is equal to cos x, അതുപോലെ y equal to tan x. പിന്നെ sin x ൻ്റെ റെസിപ്രോക്കൽ y equal to sin x ൻ്റെ റെസിപ്രോക്കൽ എന്താ? cosec x. y is equal to sec x, y equal to cot x. ഇതൊക്കെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. There are 6 trigonometric functions: sin, cos, tan and reciprocal, secant, cosecant, cot. These are called trigonometric functions. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? പോളിനോമിയൽ ഫംഗ്ഷൻസ്, ആൾജിബ്രിക് ഫംഗ്ഷൻസ്, പിന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. 3 ഫംഗ്ഷൻസ് പഠിച്ചേ. ഏതൊക്കെയാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്? സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കൊസിക് എക്സ്, സീക്ക് എക്സ്, കോട്ട് എക്സ്. 3 പഠിച്ചാൽ മതി. സൈൻ, കോസ്, ടാൻ, അതിൻ്റെ റെസിപ്രോക്കൽസ് ആണ് ബാക്കി 3. ആകെ 3. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു സൈൻ എക്സിൻ്റെ ഐഡിയ എന്താ? സൈൻ തീറ്റ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഇത് തീറ്റയാണെങ്കിൽ വാട്ട് ഇസ് സൈൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹിപ്പോട്ടനസ്. അതാണ് സൈൻ തീറ്റ. വാട്ട് ഇസ് കോസ് തീറ്റ? adjacent side by hypotenuse. What is tan theta? Opposite side by adjacent side. അതിൻ്റെ റെസിപ്രോക്കലാണ് ബാക്കി 3. അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ തൽക്കാലം ഈ 6 പഠിക്കാം. What is trigonometric ratios? Sin x, cos x, tan x and their reciprocals. Right. Trigonometric functions. അപ്പോൾ trigonometric ratios ആകുമ്പോൾ sin x, cos x, tan x reciprocals. Trigonometric functions ആകുമ്പോൾ y equals sin x, y equals cos x, y equals tan x, y equals ആക്കി എഴുതിയാലേ അതെന്താവുള്ളൂ? ഫങ്ഷൻസ് ആവുള്ളൂ. ഇനി നമ്മൾ 3 പഠിച്ചു തരാം. പോളിനോമിയൽ ഫങ്ഷൻസ്, ആൾജിബ്രിക് ഫങ്ഷൻസ്, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഓക്കെ. ഈ പോളിനോമിയൽ ഫങ്ഷനെ പറ്റിയിട്ട് നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അതായത് വാട്ട് യു മീൻ ബൈ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് എന്താ പോളിനോമിയൽ എന്ന് പണ്ട് പഠിച്ചിട്ടുണ്ട്. പോളിനോമിയൽസ് 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒന്ന് പഠിച്ചതൊന്ന് ആലോചിക്കൂ. നമ്മൾ പോളിനോമിയൽസ് എപ്പോഴും ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. പി എക്സ് is equal to x square plus 1, px equal to x square plus x plus 1. ഇങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ px equals x square plus 1 ആണെങ്കിൽ we call it as a polynomial of degree 2.
px is equal to x cube, x square plus x plus 1 and it's a polynomial of degree 2. px is equal to x cube plus 3x square plus 4x plus 9 ആണെങ്കിൽ we call it a polynomial of degree 3 and so on. അപ്പം എപ്പോഴും പോളിനോമിയൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് പി എക്സ് ആണ്. ഇവിടെ ഈ പി എക്സിൻ്റെ സ്ഥാനമാണ് വൈക്കുള്ളത്. മനസ്സിലാവുണ്ട്? അങ്ങനെ ആലോചിക്കാം. കഴിഞ്ഞ നിങ്ങൾ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പി എക്സ് എന്നാണ് പറഞ്ഞത്. പി എക്സ് ഒന്ന് പി ഓഫ് എക്സ്. എന്തിനാ പി എക്സ് പറഞ്ഞാൽ അറിയോ? നിങ്ങൾ കഴിഞ്ഞ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ എന്തുകൊണ്ടാണ് പി എക്സ് പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടോ? px equals x square plus 1. px equal to x square plus 1. Is this a polynomial? Yes. What's the degree of this polynomial? 2. px equals x square plus x plus 1. Is it a polynomial? Yes. What's the degree of this polynomial? 2. px equals this is x cube plus 3x square plus 4x plus 9. What's the degree of that polynomial? 3. Now px equals x square plus 1. px equals x square plus 1. What is p1? എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? What is p1? എന്താ ചെയ്യുക? എക്സിന് പകരം 1 കൊടുക്കും. It is 1 square plus 1. px equals, suppose you have another polynomial, say qx. qx equals x square plus x plus 1. What is degree of, what is the polynomial, what is q of 0? q of 0 ചോദിച്ചാൽ എന്താ ചെയ്യുക നിങ്ങൾ? q of 0, എക്സിന് പകരം 0 കൊടുക്കും. 0 square plus 0 plus 1. അപ്പോൾ q of 0 is equal to 1. അപ്പോൾ സാധാരണ നിങ്ങൾ പോളിനോമിയൽസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പം ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഫങ്ഷൻസ് പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഇതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യണം? y എന്ന് എഴുതുന്നത്. ഇതിന് പകരമാണ് y എന്ന് എഴുതുന്നത്. അത് എപ്പോഴും ഓർക്കണം. ഇതിന് പകരമാണ് നമ്മൾ y എന്ന് എഴുതുന്നത്. കാരണം എന്താ? ഇതിനെ വേറൊരു വേരിയബിളായിട്ട് വിചാരിക്കുകയാണ്. We are taking it as a variable y. അപ്പം what is the value of y when x is equal to 0? What is the value of y when x is equal to 0 അല്ലെങ്കിൽ x equal to 1? അങ്ങനെ ചോദിച്ചാൽ you could be able to find out that. അപ്പോൾ പോളിനോമിയൽ ഫങ്ഷൻസ് ഇങ്ങനെ കാണണം. പിന്നെ പോളിനോമിയൽ ഫങ്ഷൻ ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. അപ്പം y is equal to അല്ലെങ്കിൽ വെറും y equal to എന്നതിന് പകരം അപ്പം y is equal to x. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണോ ചോദിച്ചാൽ വാട്ട്സ് ദ ആൻസർ? യെസ്. ഡിഗ്രി ഈസ് 1. y ഈക്വൽസ് 5. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണോ ചോദിച്ചാൽ യെസ് എന്നാ ഉത്തരം. y ഈക്വൽ ടു എക്സ് റേസ് ടു ഹാഫ്. y ഈക്വൽസ് 1/x. ഇതിൽ കുറേ സാധനങ്ങൾ എഴുതി. ഇതൊക്കെ ഫങ്ഷൻസ് ആണ്. y ഈക്വൽ ടു എക്സ്, y ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് 1, y ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതൊക്കെ പോളിനോമിയൽ ഫങ്ഷൻസ് ആണ്. ഇതും പോളിനോമിയൽ ഫങ്ഷനാണ്. ഇത് പോളിനോമിയൽ ഫങ്ഷൻ അല്ല, ഇത് പോളിനോമിയൽ ഫങ്ഷൻ അല്ല. ഒന്ന് നന്നായി ശ്രദ്ധിക്കൂ. ഇത് പോളിനോമിയൽ ഫങ്ഷനാണ്, ഇത് പോളിനോമിയൽ ഫങ്ഷനാണ്, ഇത് പോളിനോമിയൽ ഫങ്ഷനാണ്, ഇതാണ്. ഇത് രണ്ടും അല്ല. എന്തുകൊണ്ടാണ് ഇത് രണ്ടും അല്ലാത്തത്? ഇതിൻ്റെ എക്സിൻ്റെ പവർ ഹാഫാണ്. ഇതിൻ്റെ എക്സിൻ്റെ പവർ എന്താ നോക്കൂ. വാട്ട് ഇസ് ദ പവർ ഓഫ് ദിസ്? യു ക്യാൻ റീറൈറ്റ് ദിസ് ആസ് y ഈക്വൽസ് എക്സ് റേസ് ടു -1. കണ്ടോ? എക്സിൻ്റെ പവർ ഇവിടെ -1 വന്നു, ഇവിടെ എക്സിൻ്റെ പവർ ഹാഫ് വന്നു. ഈ എക്സിൻ്റെ പവർ നെഗറ്റീവ് ആവരുത്. ഇറ്റ് ഷുഡ് ബി ഓൾവേസ് എ നോൺ നെഗറ്റീവ് നാച്ചുറൽ നമ്പർ. എക്സിൻ്റെ പവർ നോൺ നെഗറ്റീവ് നാച്ചുറൽ നമ്പർ ആവണം. എന്നാൽ മാത്രമേ അതെന്താവുള്ളൂ? പോളിനോമിയൽ ആവുള്ളൂ. എന്താ നോൺ നെഗറ്റീവ് പറയുന്നത്? ഇറ്റ് ക്യാൻ ബി 0. 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, എക്സെട്ര. ഇറ്റ് ഷുഡ് ബി നോൺ നെഗറ്റീവ്. കണ്ടോ? ഇത് പോളിനോമിയൽ ആവാൻ കാരണം എന്താ? പവർ 2 ആണ്, നാച്ചുറൽ നമ്പർ ആണ്. ഇത് പോളിനോമിയൽ ആവാൻ കാരണം എന്താ? പവർ 2 ആണ്, ഹയസ്റ്റ് പവർ 2 ആണ്. എക്സിൻ്റെ പവർ ഒക്കെ 2 ആണ്, അല്ല എക്സിൻ്റെ പവർ ഒക്കെ നാച്ചുറൽ നമ്പർ ആണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ y ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1ന് പകരം √x ആച്ചോളും. ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എക്സിൻ്റെ പവർ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എന്താണ് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ അതെപ്പോഴും പോളിനോമിയൽ ആവില്ല. കണ്ടോ? ഇവിടെ എക്സിൻ്റെ പവർ എന്താ? ഹാഫാണ്. അപ്പോൾ ഇത് പോളിനോമിയൽ അല്ല, ഇത് പോളിനോമിയൽ അല്ല. ഓക്കെ, അപ്പോൾ ഇത് പോളിനോമിയൽ ആവാൻ കാരണം എക്സെട്ര. അപ്പോൾ ഇത് പോളിനോമിയൽ ആവാൻ കാരണം എന്താ? y ഈക്വൽസ് 5 ആണെങ്കിൽ 5ന് നമുക്ക് എന്ത് എഴുതാം? എക്സ് ടു ദ പവർ 0. അപ്പോൾ 5 ക്യാൻ ബി വ്യൂഡ് ആസ് എക്സ് ടു ദ പവർ 0.
അപ്പോൾ ഇതൊരു പോളിനോമിയലാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി 2 2 2 അല്ല, ഇതിൻ്റെ ഡിഗ്രി ഇല്ല, പോളിനോമിയൽ അല്ല. ഇതിൻ്റെ ഡിഗ്രി പോളിനോമിയൽ 1. വാട്ട് ഇസ് ദ ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ? ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ ഇസ് 0. അപ്പോൾ 5 y ഈക്വൽസ് എക്സ് റേസ് ടു y ഈക്വൽസ് 5 ആണെങ്കിൽ ഇറ്റ്സ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 0. ഇതിൻ്റെ പോളിനോമിയൽ ഡിഗ്രി എന്താ? ഡിഗ്രി 0. ഡിഗ്രി 0. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ നോക്കാം. അപ്പോൾ പോളിനോമിയലിനെ പറ്റിയിട്ട് ഒന്നുകൂടി പറയാം. ഞാൻ ഈ എക്സാമ്പിൾസ് നിങ്ങൾ പോസ് ചെയ്തിട്ട് ആ എക്സാമ്പിൾസ് ഒന്നും കൂടി ലിസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതുകയാണ്. ഇത് പോളിനോമിയൽ ഫങ്ഷൻസ് ആണോ എന്നാണ് നോക്കണം. ഒന്നാമത്തെ y ഈക്വൽ ടു 3x³ പ്ലസ് 1. 2 y ഈക്വൽസ് 3. Third, y equals 4x plus 5. 4, y equal to 0. 5, y equals 9x raised to 4 plus 3x square plus 10. ഇതിൽ 6, y equals x³ plus root x. ഇതിൽ ഏതൊക്കെയാണ് പോളിനോമിയൽ ഫങ്ഷൻസ്? പോളിനോമിയൽ ഫങ്ഷൻസ് ആണെങ്കിൽ അതിന് ഡിഗ്രി എന്താണ്? ഇതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു പോളിനോമിയൽ ഫങ്ഷനാണ്, കാരണം എക്സിൻ്റെ പവർ നാച്ചുറൽ നമ്പറാണ്. ഡിഗ്രി 3 ആണ്. ഇതൊരു പോളിനോമിയൽ ഫങ്ഷനാണ്, കാരണം എന്താ? ഇവിടെ 3 എന്നുള്ളതിന് 3 ഇൻറ്റു എക്സ് റേസ് ടു 0 എന്ന് എഴുതാം. യു ക്യാൻ റീറൈറ്റ് ദിസ് ആസ് 3 ഇൻറ്റു എക്സ് റേസ് ടു 0. അപ്പോൾ വാട്ട്സ് ദ ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ? 0. ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ ഇസ് 0. ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 0. അപ്പോൾ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 0 ആണെങ്കിൽ അത് എന്തായിരിക്കും? y ഈക്വൽ ടു 3 മാത്രമായിരിക്കും. ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് പോളിനോമിയൽ. വി കോൾ ദിസ് ആസ് കോൺസ്റ്റന്റ് പോളിനോമിയൽ. കോൺസ്റ്റന്റ്. അപ്പോൾ y ഈക്വൽസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലാണ്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് പോളിനോമിയലാണ്. പിന്നെ y ഈക്വൽസ് 4x പ്ലസ് 5. ഇതിൻ്റെ ഈ പോളിനോമിയലാണോ? യെസ്. വാട്ട്സ് ദ ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ? 1. y ഈക്വൽസ് 0. ഇതും പോളിനോമിയലാണ്. വി കോൾ ദിസ് ആസ് സീറോ പോളിനോമിയൽ. ഇത് സീറോ പോളിനോമിയലാണ്. ഇതിൽ ഡിഗ്രി ഡിഫൈൻഡ് അല്ല. ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. ഡിഗ്രി ഡിഫൈൻഡ് അല്ല. ഇനി ഇത് പോളിനോമിയലാണോ വെച്ചാൽ യെസ്, 4 ആണ് ഡിഗ്രി. ഇത് പോളിനോമിയലാണോ വെച്ചാൽ അല്ല, ഇത് പോളിനോമിയൽ അല്ല. അപ്പോൾ ഏതൊക്കെ പോളിനോമിയലാണ്? ഇത് പോളിനോമിയലാണ്, ഇത് പോളിനോമിയലാണ്, ഇത് പോളിനോമിയലാണ്, ഇത് പോളിനോമിയലാണ്, ഇത് പോളിനോമിയലാണ്, ഇത് പോളിനോമിയൽ അല്ല. പക്ഷേ ഇതെന്ത് ഫംഗ്ഷനാണ്? ഇതൊക്കെ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. ഇതെന്ത് ഫംഗ്ഷനാണ്? പോളിനോമിയൽ ഫംഗ്ഷൻ അല്ല, പക്ഷേ ഇത് ആൾജിബ്രേക്ക് ഫംഗ്ഷൻ. ഇത് ആൾജിബ്രേക്ക് ആണ്. ആൾജിബ്രേക്ക് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻസിൽ ഈ ഫംഗ്ഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യും, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനും ഇൻക്ലൂഡ് ചെയ്യും. അപ്പം നാലാമത്തെ ടൈപ്പ്, നാലാമത്തെ ടൈപ്പ് വി കോൾ ഇറ്റ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. വി കോൾ ഇറ്റ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ പറഞ്ഞാൽ y ഈക്വൽസ് 10, y ഈക്വൽസ് 3, y ഈക്വൽസ് 4. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ചിലപ്പം മാർക്കറ്റിലൊക്കെ പോയാൽ കാണില്ല, ഏതെടുത്താലും 10 പറഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനും 10ആണ്, ഇതിനും 10ആണ്, ഇതിനും 10ആണ്, ഇതും 10ആണ്. അപ്പോൾ എല്ലാവർക്കും 10, എല്ലാവരെയും കൂടി ക്യാരി ചെയ്യുന്നത് 10ലേക്കാണ്. അതാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വേരിയബിൾസും കൂടി ഒരേ നമ്പറിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നതിന് വി കോൾ ഇറ്റ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. ഇത് മാറുന്നേയില്ല, ഈ വേരിയബിൾ മാറുന്നേയില്ല. അപ്പോൾ y is always a constant. അപ്പോൾ y equals a constant, we call it constant function. ഈ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോളിനോമിയലാണ്. ഇറ്റ് ഇസ് എ 0 ഡിഗ്രി പോളിനോമിയൽ. പക്ഷേ y ഈക്വൽ ടു 0 പറഞ്ഞാൽ അത് പോളിനോമിയലാണ്. പക്ഷേ വി കോൾ ഇറ്റ് ആസ് ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് എ 0 പോളിനോമിയൽ. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ഫംഗ്ഷൻസ് പഠിച്ചു കേട്ടോ. പോളിനോമിയൽ ഫംഗ്ഷൻസ്, ആൾജിബ്രിക് ഫംഗ്ഷൻസ്, ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ്. ഇനി ഒരു ഫംഗ്ഷൻസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാം. We'll discuss one more function. We call it as exponential function. Exponential function. What is exponential function? Exponential function എന്ന് പറഞ്ഞാൽ എന്താ സാധാരണ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ?
ഇപ്പം ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുക. ഇപ്പം നമ്മൾ കോവിഡ് പേഷ്യൻസിൻ്റെ നമ്പേഴ്സ് എക്സ്പോണൻഷ്യലായിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ? ഇത്ര സമയം കൊണ്ട് ഇത്ര പേഷ്യൻസിൻ്റെ നെക്സ്റ്റ് സമയമാകുമ്പോഴേക്ക് വല്ലാതെ കൂടും. അതായത് വല്ലാതെ കൂടുകയാണെങ്കിൽ വി കോൾ ഇറ്റ് എക്സ്പോണൻഷ്യൽ. അതായത് ഇപ്പോൾ y ഈക്വൽസ് 2 പവർ എക്സ് ആണെന്ന് വെച്ചോളൂ. y ഈക്വൽസ് 2 പവർ എക്സ്. ഇതൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. കാരണം എന്താ, എക്സ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്താ? സപ്പോസ് എക്സ് 0, ഇതാണ് എക്സ്, ഇതാണ് y വെച്ചോളൂ. എക്സ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്താ? സപ്പോസ് എക്സ് 0, വാട്ട്സ് ദ വാല്യൂ ഓഫ് y ഈക്വൽസ് 2 പവർ 0. വാട്ട് ഇസ് 2 പവർ 0? 1. Now, suppose x is equal to 1. x 1 ആണെങ്കിൽ y is equal to 2 raised to 1, it is 2. അപ്പോൾ x 1 ആണെങ്കിൽ y യുടെ വാല്യൂ 2 ആണ് അല്ലേ? സപ്പോസ് x is equal to 2, അപ്പോൾ എന്താവും? 2 സ്ക്വയർ ആവും. അപ്പോൾ അത് 4 ആയി. അപ്പോൾ 2 ആകുമ്പോൾ ഇത് എന്താ? 4 ആണ്. 3 ആകുമ്പോഴോ? സപ്പോസ് x is equal to 3 ആകുമ്പോൾ എന്താ പറയുക? y equals 2 raised to 3. What is 2 raised to 3? 8. കണ്ടോ? അപ്പോൾ x 4 ആകുമ്പോൾ 2 raised to 4, 16. കണ്ടോ? 5 ആകുമ്പം 32, 6 ആകുമ്പം 64. കണ്ടോ? വല്ലാതെ കൂടുന്നു. എക്സ്പോണൻഷ്യൽ പറയാറില്ലേ, ബാക്ടീരിയയുടെ ഗ്രോത്ത് അതൊക്കെ എക്സ്പോണൻഷ്യലാണെന്ന് പറയാനല്ലേ? കാരണം ഭയങ്കര സ്പീഡിലാണ്. എക്സ് ഇങ്ങനെ ചെറുതായിട്ടേ കൂടുന്നുള്ളൂ, പക്ഷേ വൈ എന്താ ഭയങ്കര സ്പീഡിലാക്കുന്നത്. കാരണം എക്സ് 0 ആകുമ്പോൾ 1 ഉള്ളൂ, 1 ആകുമ്പോൾ 2, 2 ആകുമ്പോൾ 4, 3 ആകുമ്പോൾ 8. എപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ പറയേണ്ട കാര്യമാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നാൽ ഭയങ്കര സ്പീഡിൽ ഇൻക്രീസ് ചെയ്യാം, ഡബിൾ ആവാം. ഇവിടെ ട്വൈസ് എന്നാൽ ഡബിളാണ്, 3 raised to x എന്നാൽ ട്രിപ്പിളാണ്. ഓരോ സമയത്തും 3 ഇരട്ടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. 4 raised to x ആണെങ്കിൽ ഓരോ സ്റ്റേജിലും 4 ഇരട്ടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ y ഈക്വൽസ് 2 പവർ എക്സ്. വി കോൾ ഇറ്റ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ y ഈക്വൽസ് 2 പവർ എക്സ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. y ഈക്വൽസ് 3 പവർ എക്സ്, y ഈക്വൽസ് 5 പവർ എക്സ്. അങ്ങനെ എ നമ്പർ റേസ് ടു എക്സ്, വി കോൾ ഇറ്റ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത, ഈ സാധനം നെഗറ്റീവ് ആവരുത്. ഇത് നെഗറ്റീവ് ആവരുത്. y ഈക്വൽസ് -5 raised to x പറയാൻ പാടില്ല, പോസിറ്റീവേ പറയാൻ പാടുള്ളൂ. y ഈക്വൽസ് 5 raised to x, y ഈക്വൽസ് 10 raised to x, y ഈക്വൽസ് 25 raised to x. ഇതൊക്കെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. ഓക്കെ, ഇതാകുമ്പോൾ ഓരോ സ്റ്റേജിലും 25 ഇരട്ടി കൂടും. ഇവിടെ ആകുമ്പോൾ ഓരോ സ്റ്റേജിലും 5 ഇരട്ടി കൂടും. ഇവിടെ ആകുമ്പോൾ ഓരോ സ്റ്റേജിലും 3 ഇരട്ടി കൂടും, ആൻഡ് സോ ഓൺ. വി കോൾ ഇറ്റ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ 5 ഫംഗ്ഷൻസാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഫംഗ്ഷൻസ്? അത് മാത്രം നോക്കൂ. പോളിനോമിയൽ ഫംഗ്ഷൻസ്, ആൾജിബ്രിക് ഫംഗ്ഷൻസ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്. 5 ഫംഗ്ഷൻസ്, വെറുതെ 5 ഫംഗ്ഷൻസ്. ഓക്കെ.